ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വസ് പി എസ് സി ഹസിൽ PYQയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാനെടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/2025 ഒക്ടോബറിൽ നടന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മത്സ്യ ഏതാണ്? ഓപ്ഷൻ എ ചെമ്മീനാണ് മത്സ്യ എന്തുകൊണ്ടാണ്? ചെമ്മീൻ ഒരു ഇൻവെർട്ടബ്രേറ്റ് ആണ്. എന്താണ്? അസ്ഥിയില്ലാത്ത ജീവിയാണ് ചെമ്മീൻ. അതുകൊണ്ട് തന്നെ ചെമ്മീൻ മത്സ്യവിഭാഗത്തിൽപ്പെടുന്നില്ല. ചെമ്മീൻ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയാണ് ചെമ്മീൻ. മത്സ്യം പിസസ് വിഭാഗത്തിൽപ്പെടുന്നു. പിസസ് വിഭാഗം. മത്സ്യത്തിനെ കുറിച്ചുള്ള പഠനത്തിന് എന്തെന്ന് നമ്മൾ പറയുന്നു? പിസികൾച്ചർ എന്ന് പറയുന്നു. മത്സ്യം ഉൾപ്പെടുന്ന വിഭാഗം പിസസും ചെമ്മീൻ ഉൾപ്പെടുന്നത് ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിലുമാണ്. ചോദ്യം 2, ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. 3, ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിൻ്റെ പേരാണ് വിസരണം. 4, 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി 1, 2, 4 ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. ഏതൊക്കെയാണ്? അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് ആരാണ്? ഫ്രാൻസ് ആണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. എവിടെ വെച്ചായിരുന്നു? ഹോസ്റ്റ് കൺട്രി ഏതായിരുന്നു? ഫിഫയുടെ ഖത്തർ ആയിരുന്നു. ഓക്കെ. 1ാം സ്ഥാനം അർജന്റീന, 2ാം സ്ഥാനം ഫ്രാൻസ്, 3ാം സ്ഥാനത്തെത്തിയത് ആരായിരുന്നു? ക്രൊയേഷ്യ ആയിരുന്നു. ഓക്കെ. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റിനുള്ള ഗോൾഡൻ ബോൾ കിട്ടിയത് മെസ്സിക്കാണ്. ഗോൾഡൻ ബൂട്ട് കിട്ടിയത് ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പയ്ക്കാണ്. മികച്ച ഗോൾ കീപ്പർ ആരായിരുന്നു? എമിലിയാനോ മാർട്ടിനസ്. അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു മികച്ച ഗോൾ കീപ്പർ. അർജന്റീനയ്ക്ക് ഏതൊക്കെ വർഷങ്ങളിലാണ് ലോകകപ്പ് കിട്ടിയത്? 1978, 1986, 2022 എന്നീ വർഷങ്ങളിലാണ് കിട്ടിയത്. അർജന്റീനയുടെ 3ാമത്തെ കപ്പായിരുന്നു. പിന്നെ ഖത്തറിൽ നടന്നത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നടന്ന ആദ്യത്തെ വേൾഡ് കപ്പായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? അനേർട്ടാണ്. അനേർട്ട്. ഏതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി? അനേർട്ട്. എന്താണ് അനേർട്ടിൻ്റെ ഫുൾ ഫോം? ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് ടെക്നോളജി. ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് ടെക്നോളജി. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നതിന് ഏത് മരത്തിൻ്റെ തടിയാണ് ഉപയോഗിക്കുന്നത്? വില്ലോ മരം. വില്ലോ മരത്തിൻ്റെ തടി ഉപയോഗിച്ചാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. ചോദ്യം 7, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ ബി കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേളപ്പൻ. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഏത് വർഷമാണ്? 1967 ലോട്ടറി ആരംഭിച്ചത്. ആരുടെ മന്ത്രിസഭയായിരുന്നു? EMSൻ്റെ മന്ത്രിസഭയായിരുന്നു. ധനമന്ത്രി ആരായിരുന്നു? PK കുഞ്ഞ്. PK കുഞ്ഞിൻ്റെ കാലഘട്ടത്തിലാണ്, ധനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായി ലോട്ടറി ആരംഭിക്കുന്നത്. ചോദ്യം 9, ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാ ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. 2, 3, 4, 1. 2 ചമ്പാരൻ സത്യാഗ്രഹം. എന്തായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം? 1917. ചൗരി ചൗരാ സമരം 1922. നിസ്സഹകരണ സമരം 1930. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ചോദ്യം 10, ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് മഞ്ഞപ്പിത്തം. ബാക്കി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി. ഇവയെല്ലാം എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ് അല്ലേ? ജലത്തിലൂടെ തന്നെ പകരുന്നതാണ്, പക്ഷേ ബാക്ടീരിയ രോഗങ്ങളാണ്. കോളറയുടെ പരത്തുന്ന ആരാണ്? വിബ്ജിയോ കോളറെ ബാക്ടീരിയ. ടൈഫോയിഡോ? സാൽമണല്ലസ് ടൈഫിയാണ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ. ചോദ്യം 11, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി മേഘാലയ. ജയന്തിയ കുന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1931.
1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ആരുടെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്? കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം വേണ്ടിയിട്ട് നടന്ന സത്യാഗ്രഹമായിരുന്നു. ആരായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ? AKG ആയിരുന്നു. AK ഗോപാലനായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ. സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ശരി. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ചോദ്യം 16. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരേതായിരുന്നു? യങ് ഇന്ത്യ. 1931 മഹാത്മാഗാന്ധി ആരംഭിച്ച മാസികയുടെ പേര് യങ് ഇന്ത്യ. ബംഗാൾ ഗസറ്റ് ആരുടെ ആയിരുന്നു? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ആദ്യത്തെ പത്രം ഇന്ത്യയിലെ അല്ലേ? 1780 പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രമായിരുന്നു ബംഗാൾ ഗസറ്റ്. ദി ഒപ്പീനിയൻ ആരുടെ ആയിരുന്നു? GP പിള്ളയുടെ പത്രമായിരുന്നു ദി ഒപ്പീനിയൻ. അൽ ഹിലാൽ മുഹമ്മദ് അബുൽ കലാമിൻ്റെ ആയിരുന്നു. മൗലാന അബ്ദുൽ കലാം. ചോദ്യം 17. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത്. 18. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഓപ്ഷൻ ബി 1804. കാർഡമൻ കുന്ന് സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം. കാർഡമൻ കുന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് നാഥുല ചുരം. ആരെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ഏത് വർഷമായിരുന്നു? 1924. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അടുത്ത ചോദ്യം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനമേത്? കേബിൾ ലഞ്ചാവോ. ചോദ്യം 24. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്രാവിഡ ശൈലി. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്രാവിഡ ശൈലി. ചോദ്യം 25. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1 മാത്രം. സംയോജക സീമകളാൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. സംയോജന സീമകളിൽ കൺവേർജന്റ് ബൗണ്ടറീസിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. അടുത്ത ചോദ്യം. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണത്തെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? ക്ലോഡിയ ഗോൾഡിൻ. ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. ആർക്കാണ് 2025 നോബൽ പ്രൈസ് കിട്ടിയത് സാമ്പത്തിക ശാസ്ത്രത്തിന്? ആർക്കൊക്കെയായിരുന്നു? ജോയൽ മോഖർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹൗവിറ്റ്. ആർക്കൊക്കെയായിരുന്നു? ജോയൽ മോഖർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹൗവിറ്റ്. അടുത്ത ചോദ്യം. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ബൃഹദീശ്വര ക്ഷേത്രം. ഏതാണ്? ബൃഹദീശ്വര ക്ഷേത്രം. ചോദ്യം 29. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1997 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? കുടുംബശ്രീ. ഏതാണ്? കുടുംബശ്രീ. ചോദ്യം 30. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആരാണ്? സുഗതകുമാരി. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? സതീദേവിയാണ് അല്ലേ? സതീദേവി. ദേശീയ വനിതാ കമ്മീഷൻ വന്നത് ഏത് വർഷമാണ്? ദേശീയ വനിതാ കമ്മീഷൻ 1992 വന്നത്. ചോദ്യം 31. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിരിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്?
അനുച്ഛേദം 226, ആർട്ടിക്കിൾ 226. അപ്പം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 40 ഏതാണ്? അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണമാണ് ആർട്ടിക്കിൾ 40. 51 ഏതാണ്? മൗലിക കടമകളാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? അനുച്ഛേദം 14. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. മാൻഡമസ് എന്നാൽ കമാൻഡാണ്, കമാൻഡ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി വിജയഭാരതി സയാനി. 2025 ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. സംസ്ഥാനത്തിൻ്റെയോ? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ചോദ്യം 38, ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? വിശ്വഭാരതി സർവകലാശാല. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? ശ്രീനാരായണ ഗുരു. 1888 അരുവിപുരം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഗുരുവിൻ്റെ വാക്കുകൾ എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. എവിടെ എഴുതി വച്ചിരിക്കുന്നത്? അരുവിപുരം ക്ഷേത്ര കവാടത്തിൽ എന്നാണ്. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട് കായൽ. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിതയാരാണ്? PT ഉഷ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? മുതിരമ്പുഴ. നീലവിപ്ലവം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ എന്നായിരുന്നു? 1931. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. എന്നായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം? 1936. ആരായിരുന്നു വിളംബരം നടത്തിയത്? ശ്രീ ചിത്തിര തിരുനാൾ. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടതാരാണ്? ചട്ടമ്പി സ്വാമികളെയാണ് കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത്. 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ആശ പരേഖ്. 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ആശ പരേഖ്. 55ാമത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? മോഹൻലാൽ. ഓക്കെ. 53. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അടുത്ത ചോദ്യം, പൊയ്കയിൽ ലോഹനാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 2ഉം 4ഉം. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ടു. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഏതാണ്? ഓപ്ഷൻ സി INS അരീഖത്ത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഏതാണ്? INS അരീഖത്ത്. ചോദ്യം 56. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 4ഉം. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ആത്മവിദ്യാസംഘം ആരുടെയാണ്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. സമത്വ സമാജം വൈകുണ്ഠസ്വാമിയുടേതാണ്. ചോദ്യം 57. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരം സോദരന്യനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ? അരുവിപുരം ക്ഷേത്രം. റിപ്പീറ്റ് അടിച്ച് വന്നിരിക്കുകയാണ്.
എന്നാണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്? 1888. അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്നത് എവിടെയാണ്? പയ്യന്നൂർ. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടിത്തന്ന താരമാരാണ്? മനു ഭാക്കർ. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 2 മെഡലുകൾ നേടിത്തന്ന ആദ്യ താരമാരാണ്? മനു ഭാക്കർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽപ്പെടുന്നതാണ് റിക്സിയ ബ്രയോഫൈറ്റ എന്ന സസ്യവിഭാഗത്തിൽപ്പെടുന്നതാണ്? ഏതാണ്? റിക്സിയ ബ്രയോഫൈറ്റ സസ്യവിഭാഗം. മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ സി, 270 മുതൽ 280 ദിവസം വരെ. 270 മുതൽ 280 ദിവസം വരെ. ചോദ്യം 63. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? DNA ബാർകോഡിംഗ്. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന പേരേതാണ്? DNA ബാർകോഡിംഗ്. താഴെ പറയുന്നവയിൽ ഏത് ഹോർമോൺ ആണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? മെലാറ്റോണിൻ. ഏത് ഹോർമോണാണ് കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? മെലാറ്റോണിൻ. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇതാണ് ഗർഭാശയ ക്യാൻസറിന് കാരണമാകുന്നത് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനം ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? അനുയാത്ര. ചോദ്യം 67. ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. വ്യാവസായിക പ്രക്രിയകളുടെ ഉൽപ്പന്നങ്ങളാണിവ. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. ഒന്നും കൂടെ നോക്കാം. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. വ്യാവസായിക പ്രക്രിയയുടെ ഉപോൽപ്പന്നങ്ങളാണിവ. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏതാണ്? ഭീമ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ഏതാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ചോദ്യം 70. വൈറ്റമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. സ്കർവി ഏതാണ്? വൈറ്റമിൻ സിയുടെ അപര്യാപ്തതയാണ്. ബെറിബെറിയോ വൈറ്റമിൻ ബിയുടെ അപര്യാപ്തതയാണ്. അടുത്തത്, പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ്പ് ക്വാർക്ക് +2/3 ഇലക്ട്രോൺ ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് -1/3 ഇലക്ട്രോൺ ചാർജ് ഉള്ളതുമാണ്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ക്വാർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രോട്ടോൺ 2 അപ്പ് ക്വാർക്ക് 1 ഡൗൺ ക്വാർക്ക്. ന്യൂട്രോൺ 1 അപ്പ് ക്വാർക്ക് 2 ഡൗൺ ക്വാർക്ക്. +2 ലെവൽ ടെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണത്. ഓക്കെ. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ജലമാണ്. ജലം. ചോദ്യം 73. 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഓപ്ഷൻ ഡി, എല്ലായിടത്തും 6 കിലോഗ്രാം. എവിടെ പോയാലും മാസിന് വ്യത്യാസം ഉണ്ടാകില്ല അല്ലേ? ചോദ്യം 74. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ജൂൾ പെർ സെക്കൻഡ്. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണല്ലേ. ജൂൾ പെർ സെക്കൻഡ് അല്ല. 75. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ,
ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? ഓപ്ഷൻ എ -273.15 ഡിഗ്രി സെൽഷ്യസ്, -450.69 ഡിഗ്രി സെൽഷ്യസ്, 0 കെൽവിൻ. 76. ചലനത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇവയിൽ ശരി ഏത്? 2 മാത്രമാണ് ശരി. എന്താണ്? സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണം 0ആണ്. കാരണം എന്താ? അവിടെ പ്രവേഗ വ്യത്യാസം വരുന്നില്ല. ത്വരണം എന്ന് പറയുന്നത് പ്രവേഗ വ്യത്യാസത്തിൻ്റെ നിരക്കാണ് ത്വരണം എന്ന് പറയുന്നത്. അപ്പം സമപ്രവേഗത്തിലാകുമ്പം പ്രവേഗ വ്യത്യാസം വരാത്തത് കൊണ്ട് തന്നെ ത്വരണം 0ആണ്. ചോദ്യം 77. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 ശരി. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ, പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ, 2 മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കമായാൽ. ഈ കണ്ടീഷൻസൊക്കെ വരുമ്പം പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കില്ല. അപവർത്തനം സംഭവിക്കണമെങ്കിൽ എന്താ വേണം? പ്രകാശരശ്മി ചരിഞ്ഞ് പതിക്കണം. ചരിഞ്ഞ് പതിച്ചാൽ മാത്രമേ അപവർത്തനം സംഭവിക്കുള്ളൂ. ഇനി സാന്ദ്രതയും വ്യത്യാസമായിരിക്കണം. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ അപ്പോഴും അപവർത്തനം സംഭവിക്കില്ല. അതേപോലെ തന്നെ 2 മാധ്യമങ്ങൾക്കും അപവർത്തനാങ്കം സെയിം ആയിരുന്നാലും അപവർത്തനം സംഭവിക്കില്ല. അടുത്ത ചോദ്യം. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിൻ്റെ ഗതികോർജവും ആകെ ഊർജവും എത്ര? ഓപ്ഷൻ ബി ഗതികോർജം -E/2, ആകെ ഊർജം E/2. 79. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയാണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്ത്? ഓപ്ഷൻ എ മെൻഡലീഫ് അറ്റോമിക മാസ്, മോസ്ലി അറ്റോമിക നമ്പർ. മെൻഡലീഫ് അറ്റോമിക മാസിനെ ബേസ് ചെയ്തും മോസ്ലി അറ്റോമിക നമ്പറിനെ ബേസ് ചെയ്തുമാണ് ആവർത്തന പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ചോദ്യം 80. താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹമായി വേർതിരിപ്പിക്കാവുന്നത്? സിന്നബാറിനെയാണ്. സിന്നബാർ. ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിപ്പിക്കാവുന്നത്? സിന്നബാർ. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഓക്കെ, ബാക്കി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ വീഡിയോകൾ കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുക. നമ്മളെ ചാനലിൽ PYQs ഡിസ്കഷൻ മാത്രമല്ല, ന്യൂ SCERT 5th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു.